പല വിഷയങ്ങളിലും പാർട്ടിയോട് ഉരസി നിൽക്കുന്ന ശശി തരൂരിനോട് കോൺഗ്രസ് നിലവിൽ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇന്നലെ നേതാക്കളുടെ പ്രതികരണം അത് ശരിവെക്കുന്നതു തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന നിലപാടായിരുന്നു ശശി തരൂർ സ്വീകരിച്ചു വരുന്നത്. അതിനിടെ ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ മോദിയെ പ്രശംസിച്ചിരുന്നു. തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഒരു കുത്തിത്തിരിപ്പാണല്ലോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇതിനെതിരെ പരോക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിന് രാജ്യം ഒന്നാമതും പാർട്ടി അതിന് ശേഷവും എന്ന നിലപാടാണ് ഉള്ളതെന്നും, എന്നാൽ ചിലർക്ക് മോദിയാണ് ഒന്നാമത്, രാജ്യം അതിനുശേഷം എന്ന നിലപാടാണ് ഉള്ളത് എന്നായിരുന്നു അന്ന് ഖാർഗെ പറഞ്ഞത്. ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്താണ് അന്ന് തരൂരിനെ വിട്ടത്. പക്ഷെ അവിടം കൊണ്ടൊന്നും തരൂർ അടങ്ങിയില്ല. ഖാർഗെയുടെ പരാമർശത്തിന് തൊട്ടു പിന്നാലെ പ്രതീകാത്മകമായ മറുപടിയുമായി ശശി തരൂർ രംഗത്തെത്തി. പറക്കാൻ അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്. അത് വ്യാപക ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഒരു ഒതുക്കം വന്നു എന്ന് വിചാരിച്ച് കോൺഗ്രസിനെ വീണ്ടും തലവേദനയാകാൻ, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലം പങ്കുവെച്ചുകൊണ്ട് വീണ്ടും തരൂരിന്റെ വരവുണ്ടായി. UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും അധികം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തന്നെയാണെന്ന സർവേ ഫലം സമൂഹ മാധ്യമത്തിൽ തരൂർ പങ്കുവച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോഴാണ് ശശി തരൂരിന്റെ ഈ പൂഴിക്കടകൻ എന്നത് ശ്രദ്ധേയമാണ്. UDF അധികാരത്തിൽ വന്നാൽ 28.3% പേർ ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സർവേ പറയുന്നത്. കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ സ്റ്റാർ ആവുന്ന നേതാവും അദ്ദേഹത്തിന്റെ ബുദ്ധിയും വലിയ വിനയാവുകയാണ് ഇപ്പോൾ. അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തരൂരിന്റെ ലേഖനം ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നതായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചു. രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്നത് ഇന്ദിര ശഠിച്ചു. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായിരുന്നുവെന്നും പറഞ്ഞു ആ ലേഖനം പുറത്തുവരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം മൗനം പാലിക്കുന്നത്. ഇതിൽ പാർട്ടി വിശദീകരണം തേടണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഒരു വിഭാഗം രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ട്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ഇക്കാര്യത്തിൽ നടപടി വേണമെന്നാണ് ഇവരുടെ അഭിപ്രായം. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ വിമർശിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതല്ല വിഷയം. ശശി തരൂരിന്റെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റു കുടുംബത്തിനെതിരെ വിമർശനം ശക്തമാക്കി ആണ് BJP രംഗത്തെത്തിയത്. തരൂരിന്റെ ലേഖനം രാഹുൽ ഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായ സന്ദേശം കൂടിയാണെന്ന് BJP വക്താവ് RP സിംഗ് പറയുന്നു. മോദിയുടെ ജനാധിപത്യത്തെ തരൂർ പുകഴ്ത്തിയത് അതുകൊണ്ടാണ്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും പാർട്ടി എന്നാണ് RP സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത്. തരൂരിന്റെ ലേഖനം പരമാവധി പ്രചരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ BJP. അതായത് തരൂർ BJP എൻട്രി നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ തരൂർ BJP-യിലേക്ക് എന്ന വിവാദത്തോട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ മുന്നിൽ ഇതുവരെ അപേക്ഷകൾ ഒന്നും വന്നിട്ടില്ല. ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ വന്നോ എന്ന് അറിയില്ല. വികസിത കേരളത്തോടൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തും. BJP-യിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥ ഉണങ്ങാത്ത മുറിവ്. ഇന്നത്തേത് അഭിവൃദ്ധിയുടെ ഇന്ത്യയല്ല. അടിയന്തരാവസ്ഥയുടെ നീണ്ട 21 മാസങ്ങൾ രാജ്യത്ത് എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടതായി തരൂർ പറഞ്ഞിരുന്നു. അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ന് കൂടുതൽ ജനാധിപത്യ മൂല്യമുള്ള ഇന്ത്യയാണെന്ന് കാണാൻ കഴിയുന്നു എന്നൊക്കെയാണ് തരൂർ അഭിപ്രായപ്പെടുന്നത്. പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു തരൂരിന്റെ ഇത്തരത്തിലൊക്കെയുള്ള വിമർശനം. ഇത്രയെല്ലാം പറയുന്നത് കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന തരൂരാണ്. അതായത് ഒരു കാലുവാരൽ സ്റ്റൈലാണ് ഇപ്പോൾ തരൂരിനുള്ളത്. അതുകൊണ്ടാണ് BJP എൻട്രിയും വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിലടക്കം ഹൈക്കമാൻഡായി കടുത്ത ഉരസലിൽ കഴിയുകയാണ് തരൂർ. ഇതിനെതിരെ ഇത്തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ സങ്കീർണമാവുകയാണ് പ്രശ്നം. മുഖ്യമന്ത്രി പദം ഉന്നം വെക്കുന്നിടത്ത് അഭ്യൂഹം ശക്തമാക്കി.
സമുദായ നേതാക്കളടക്കം സന്ദർശിച്ച് 2 വർഷം മുൻപ് കേരളത്തിൽ തരൂർ നടത്തിയ നീക്കം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ കടുത്ത അതൃപ്തിക്കിടയാക്കിയിരുന്നു. എന്തായാലും തരൂർ BJP-യിലേക്ക് പോവാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കി വെച്ചാണ് തരൂർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.